ഇന്ന് രാവിലെ മുതൽ ഞാൻ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുമ്പം കാണുന്നൊരു വാർത്തയാണ് ജിൻഡോയെ ലാലേട്ടൻ ഇന്ന് പൊളിച്ചെടുക്കുമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് തിരിയാവുന്നത് ഏത് കാരണത്തിൽ പൊളിച്ചെടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം മിക്കവാറും എല്ലാവരും പറയുന്നത് ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന സംഭവമാണ് പറയുന്നത്. അത് ബാക്കി ഫിജോയുടെയും അപ്സരയുടെയൊക്കെ ടീമിനെ തരം താഴ്ത്തിയത് 8 ഫില്ലോയും ഒന്നും എടുത്തില്ല ജിൻഡോ. അത് ജിൻഡോ ആയിരുന്നു അതിൻ്റെ ജഡ്ജ്. ജിൻഡോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലയണി എടുത്തില്ല. കാരണം അതിനൊന്നും ക്വാളിറ്റി ഇല്ല എന്ന് തന്നെയാണ് ജിൻഡോ പറഞ്ഞത്. അത് ബിഗ് ബോസ് നേരത്തെ തന്നെ പറയുന്നുണ്ട്, ആ ടാസ്കിൻ്റെ ലെറ്ററിനകത്ത് തന്നെ പറയുന്നുണ്ട് ക്വാളിറ്റി മുഖ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ക്വാളിറ്റി ഉള്ളതൊരു സാധനം ജിൻഡോ തഴഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. ജിൻഡോ കഴിഞ്ഞ ആഴ്ച നടന്നത് ആകെപ്പാടെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഷയം എടുത്തിട്ടേക്കാം. എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോയുടെ ജഡ്ജ്മെൻറ്റ് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ചിലപ്പം ഫിജോടും എതിർ ടീമിലെ അംഗങ്ങളോടൊക്കെ ചോദിക്കാം. അവർ ചിലപ്പം അഭിപ്രായങ്ങൾ പറയാം. അപ്പം ജിൻഡോയ്ക്ക് സത്യമായിട്ടും പറഞ്ഞു നിൽക്കാനുള്ള കാരണമുണ്ട്. കാരണം ലാലേട്ട ക്വാളിറ്റിയുള്ള തലയാണികൾ വേണം എന്ന് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ അത് യാതൊരുവിധ ക്വാളിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരസ്കരിച്ചത്. നിസ്സാര സംഭവമേ ഉള്ളൂ. അതാണ്, വാർത്തകളൊന്നും വലുതായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ വാർത്തകളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ബിഗ് ബോസിൽ വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ജിൻഡോ ഉള്ളത് മാത്രമാണ് നമുക്കൊരു ആശ്വാസം. ഏതെങ്കിലുമൊക്കെ കോമഡി ആണെങ്കിലും ആക്ഷനായാലും ജിൻഡോയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കിട്ടുന്നു, അതുമാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഫാമിലി ടാസ്കുമായിരുന്നു.